സ്പെക്ട്രൽ മാപ്പിംഗ് തിയറത്തിൻ്റെ ബാക്കിയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് നോക്കൂ. Delta belongs to F. If T minus delta I is invertible, then delta belongs to eigenspectrum of T, and eigenspectrum of T minus delta I inverse is equal to lambda minus delta the whole inverse. Lambda belongs to eigenspectrum of T. ഇനി ലാംഡ ബിലോങ്സ് ടു എഫ് എടുക്കുന്നു. ഡെൽറ്റ ലാംഡ നോട്ട് ഈക്വൽ ടു ഡെൽറ്റ എന്ന് നമ്മൾ എടുക്കുന്നു. സപ്പോസ് ദാറ്റ് ടി മൈനസ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ടി മൈനസ് ഡെൽറ്റ ഐ ഇൻജക്റ്റീവ് ആവും. ഇൻജക്റ്റീവ് ആണെങ്കിൽ ടി മൈനസ് ഡെൽറ്റ ഇൻജക്റ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ഒരിക്കലും ഏഗൻ വാല്യൂ അല്ല. അതായിരുന്നു ഒന്നാമത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി ലാംഡ മൈനസ് ഡെൽറ്റ ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ ഐ ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ ഐ ഇൻവേഴ്സ് ഐ മൈനസ് ലാംഡ മൈനസ് ഡെൽറ്റ ദ ഹോൾ ഇൻവേഴ്സ്. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാംഡ മൈനസ് ഡെൽറ്റ മൈനസ് ഓഫ് ടി മൈനസ് ഡെൽറ്റ ഐ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി മൈനസ് ലാംഡ ഐ എന്ന് കിട്ടും. രണ്ടാമതാണ് നോക്കട്ടെ. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തത് ഏഗൻ സ്പെക്ട്രം ടി മൈനസ് ഡെൽറ്റ ഐ ദ ഹോൾ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ടി മൈനസോ ടി മൈനസ് ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ടി മൈനസ് ഡെൽറ്റ ഐ ഇൻവേഴ്സ് മൈനസ് ലാംഡ മൈനസ് ഡെൽറ്റ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നതിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ആവുമല്ലോ. മൈനസ് ഓഫ് ലാംഡ മൈനസ് ഡെൽറ്റ ഇൻവേഴ്സ് ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ ഐ ഇൻവേഴ്സ് ഇൻറ്റു ടി മൈനസ് ലാംഡ ഐ. ടി മൈനസ് ലാംഡ ഐ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ത് കിട്ടും? ടി മൈനസ് ഡെൽറ്റ ഐ ഇൻവേഴ്സ് മൈനസ് ലാംഡ മൈനസ് ഡെൽറ്റ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് അല്ല എന്ന് കിട്ടും. റൈറ്റ് സൈഡിലുള്ള ഇൻജക്റ്റീവ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻജക്റ്റീവ് അല്ല. ദാറ്റ് ഈസ് ലാംഡ ബിലോങ്സ് ടു ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ മൈനസ് ഡെൽറ്റ ഇൻവേഴ്സ് എവിടെ വരുന്നുണ്ട്? ഏഗൻ സ്പെക്ട്രം ഓഫ് ടി മൈനസ് ലാംഡ ഇൻവേഴ്സ് വരുന്നുണ്ട്. കാരണം ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ ടി മൈനസ് ഡെൽറ്റ ഇൻവേഴ്സിനെ കൺസിഡർ ചെയ്യുക, ലാംഡയുടെ സ്ഥാനത്ത് ലാംഡ മൈനസ് ഡെൽറ്റ ഇൻവേഴ്സിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ഇൻജക്റ്റീവ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഗൻ സ്പെക്ട്രത്തിൽ വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നാലാമതായിട്ടോ, ഇഫ് ടി ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് 0 ബിലോങ്സ് ടു ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ആൻഡ് ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ടി. ഇഫ് ടി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്, അതേപോലെ 0 ഏഗൻ സ്പെക്ട്രം ഓഫ് ടിയുടെ ഏഗൻ വാല്യൂ അല്ല 0 എന്ന് വിചാരിക്കുക. ഇഫ് ടി ഇൻവേർട്ടിബിൾ ആണ്, ദെൻ 0 എവിടെ വരത്തില്ല? ഏഗൻ സ്പെക്ട്രം ഓഫ് ടിയിൽ വരില്ല. അതേപോലെ ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ലാംഡ ഇൻവേഴ്സ്, ലാംഡയിലുള്ള ആൾക്കാരുടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ഇൻവേഴ്സ് കിട്ടും. ഏഗൻ സ്പെക്ട്രം ഓഫ് ടിയിലുള്ള ലാംഡകളുടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ഇൻവേഴ്സ് കിട്ടും. നാലാമത്തെ പുട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 3. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 3 കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ ടി മൈനസ് ഡെൽറ്റ ഐ ഈസ് ഇൻവേർട്ടിബിൾ. ഇഫ് ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ഐ ഇഫ് ടി ഈസ് ഇൻവേർട്ടിബിൾ ദെൻ 0 ഡസ് നോട്ട്. ഡെൽറ്റയുടെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഇൻവേർട്ടിബിൾ ദെൻ 0 ബിലോങ്സ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നാണ് ഏഗൻ സ്പെക്ട്രം ഓഫ് ടി എന്ന് കിട്ടും. ആ തൊട്ട് മുമ്പേ ഡെൽറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടും, 0യുടെ റിസൾട്ട്. ഇനി ഏഗൻ സ്പെക്ട്രം ആ ഡെൽറ്റയ്ക്ക് 0 കൊടുത്താൽ മതി. ഏഗൻ സ്പെക്ട്രം ഓഫ് ടി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻവേഴ്സ് എന്ന് കിട്ടും. എക്സാമ്പിൾ തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യാണ്, അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. അടുത്ത ഡെഫിനേഷൻ 5.9. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി. എ സബ്സ്പേസ് യു ഓഫ് വി സെറ്റ് ടു ബി ടി ഇൻവേരിയൻറ്റ്. ഇപ്പോൾ ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ആണ് ഇവിടെ വിയിൽ. ഒരു സബ്സ്പേസ് യു എടുത്ത് അതിനെ ടി ഇൻവേരിയൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ടി ഓഫ് യു സബ്സെറ്റ് ഓഫ് യു ആയിരിക്കണം. അതതിൻ്റെ ഇമേജ് അതിൽ തന്നെ കിടക്കണം. ടി അപ്ലൈ ചെയ്താലും അതിന് വേരിയേഷൻ ഒരു മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള ഒരു മീനിങ് ടി അതിൽ തന്നെ കിടക്കുന്നു. അതാണ് ടി ഇൻവേരിയൻറ്റ്. ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി, ദെൻ ഇറ്റ്സ് റേഞ്ച് സ്പേസ് ആൻഡ് നൾ സ്പേസ് ആർ ടി ഇൻവേരിയൻറ്റ്. ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി ആണെന്ന് വിചാരിക്കുക, ദെൻ അതിൻ്റെ റേഞ്ച് സ്പേസ് ആൻഡ് നൾ സ്പേസ് ആർ ടി ഇൻവേരിയൻ്റ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഫോർ ഇഫ് നമ്മൾ റേഞ്ചിനകത്തു നിന്ന് ഒരു വൈ എടുക്കുന്നു, വൈ ബിലോങ്സ് റേഞ്ച് ഓഫ് ടി എടുക്കുന്നു. അപ്പോൾ ടി വൈ എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? എപ്പോഴും റേഞ്ച് ടിയിൽ വരുന്നതല്ലേ ടി വൈ. ടി ഓഫ് ഒരു വെക്ടർ എപ്പോഴും റേഞ്ച് ഓഫ് ടിയിൽ വരുന്നു. ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ വരും? റേഞ്ച് ഓഫ് ടിയിൽ വരും. അപ്പോൾ ടി വൈ എപ്പോഴും റേഞ്ച് ടിയിലുള്ളതാണ്. പറ്റി അത് റേഞ്ച് ടി ഇൻവേരിയൻ്റാന്ന് കിട്ടി. ഇനി എക്സ് നമ്മൾ നൾ സ്പേസ് ഓഫ് ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ ടി എക്സ് എന്ന് ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. 0 എവിടെ ഉണ്ട്? നൾ സ്പേസിനകത്തുണ്ട്. അപ്പോൾ ടി എക്സ് എൻ ഓഫ് ടിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് ടി എന്തായി? ടി ഇൻവേരിയൻ്റ് ആയി.
വെൻ എ സബ്സ്പേസ് യു ഈസ് ടി ഇൻവേരിയൻറ്റ് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു യു വി ഹാവ് ടി എക്സ് ബിലോങ്സ് ടു യു. അപ്പോൾ യു എന്ന് പറയുന്നത് ടി ഇൻവേരിയൻ്റ് ആവുകയാണെങ്കിൽ ടി എക്സ് എവിടെ ഉണ്ടാവും? യുവിനകത്ത് ഉണ്ടാവും. ദെയർഫോർ ടി റെസ്ട്രിക്റ്റഡ് ടു യു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഓഫ് ടി മറ്റൊരു യുവിൽ തന്നെ ഉള്ള ഒരു ഓപ്പറേറ്ററായിട്ട് കിട്ടും. കാരണം നിങ്ങൾ ടി എക്സ് യുവിലുള്ള ഏതൊരു എക്സ് എടുത്താലും ടി എക്സ് എവിടെ തന്നെ കിടക്കും? അതിൽ തന്നെ കിടക്കും. അപ്പോൾ ഡൊമെയിൻ നമ്മൾ യു ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യുവിൽ നിന്ന് യുവിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ആ റെസ്ട്രിക്റ്റഡ് ലീനിയർ ഓപ്പറേറ്ററിനെ കാണാം. അപ്പോൾ അതൊരു ഓപ്പറേറ്റർ തന്നെയാണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അടുത്ത തിയറം 5.20 അടുത്ത വീഡിയോയിൽ പറയാവേ.